ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സർക്കിൾ എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗം ഫിനിഷായി. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക്. ഇതാണ് അടുത്ത സെക്ഷൻ്റെ പേര്. ഇതിൽ ആകെ പഠിക്കാനുള്ള 3 കാര്യങ്ങൾ മാത്രമാണ്. ആ കാര്യം മാത്രം ഓർമ്മിച്ചാൽ ഈ സെക്ഷനിലെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ പുതിയ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് ഒരു സർക്കിൾ വരക്കുന്ന ആ സർക്കിളിന്റെ കോഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈന് കോഡ് അഥവാ എന്ത് പറയും, ഞാൻ. ഓക്കെ, ഈ എ ബി എന്ന് പറയുന്നത് സർക്കിളിന്റെ ഒരു കോഡാണ്. ഇനി ഇവിടെ ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്, സി എന്നുള്ള പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ സി എന്ന് പറയുന്ന ഈ എ സി ബി എന്ന് പറയുന്ന ഒരു സെക്ടർ ഉണ്ടാകും വൃത്തത്തിന്. ഈ എ ബി എന്ന ഞാൻ വരച്ചതിന് ശേഷം, അതായത് ഈ എ ബി എന്ന് പറയുന്ന കോഡ് വരച്ചപ്പോൾ ഈ സർക്കിൾ 2ആയി ഭാഗിച്ചു. ഏതൊക്കെ? എ സി ബി എന്ന് പറയുന്ന ഒരു പോർഷനും ഇവിടെ ഒരു ഡി എന്നുള്ളതാണെങ്കിൽ എ ഡി ബി എന്ന് പറയുന്ന വേറൊരു സെക്ടർ ആയിട്ട് മാറിയല്ലോ. ഇങ്ങനെയുള്ള 2 സെക്ടർ ആയിട്ട് മാറി. ഓക്കെ, ഈ കോഡ് വരച്ചപ്പോൾ ഈ സർക്കിൾ 2 ഭാഗമായിട്ട് മാറി. അത് മനസ്സിലായല്ലോ. ഓക്കെ, അതേപോലെ ഒരു കോഡ് വരച്ചു എ ബി. അപ്പോൾ ഈ ഇവിടെയുള്ള ഈ സി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഈ എ സി ബി എന്ന് പറയുന്ന ചാപത്തിൽ അഥവാ ആർക്കിലാണ് ഉള്ളത്. അതേപോലെ ഇതേ ചാപത്തിലുള്ള വേറൊരു പോയിന്റ് ഏതായിരിക്കും? ഇവിടെ ഏത് പോയിന്റ് എടുത്താലും ഡി, ഇ, എഫ്, ജി, ഇതൊക്കെ സെയിം ആർക്ക് തന്നെയുള്ള പോയിന്റുകളാണ്. സെയിം ആർക്കിലുള്ള പോയിന്റുകൾ ആണ് ഈ കാണിച്ചതൊക്കെ. സെയിം ആർക്ക് എന്ന് പറയും. അതായത് ഈ എ സി ബി എന്ന് പറയുന്ന സെക്ടറിലുള്ള സെയിം ആർക്കിലുള്ള പോയിന്റ്സുകളാണ് ഇവയൊക്കെ. ഓക്കെ, അപ്പൊ ഒരു കോഡ് വരച്ച് നമ്മള് സെയിം ആർക്കിലുള്ള പോയിന്റുകളിൽ ഡിഫറെന്റ് ആംഗിൾസ് ഉണ്ടാക്കി കഴിഞ്ഞാലും ആ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. സെയിം ആർക്ക് തന്നെ ആയിരിക്കണം. സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കണം? കോഡിന്റെ 2 എൻഡ് പോയിന്റിൽ നിന്നും ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് സെയിം ആർക്കിലേക്ക് വരക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇവിടെ കാണിച്ചതുപോലെ ഇതൊരു 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് സർക്കിളിന്റെ കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്നായിരിക്കണം. അതുകൂടാതെ സെയിം ആർക്ക് തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ സെയിം ആർക്ക് എന്ന് പറയുന്നത് മനസ്സിലായി. അപ്പൊ ഡിഫറെന്റ് ആർക്ക് എന്ന് പറയുന്നത് ഈ എ സി ബി എന്ന് പറയുന്നത്, എ ഡി ബി എന്ന് പറയുന്നത്, ഇതൊക്കെ സെയിം ആർക്കിലുള്ള. അപ്പൊ ഡിഫറെന്റ് ആർക്കായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന കോൺ. ഓപ്പോസിറ്റ് ഓർ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ അഥവാ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇത്. അപ്പൊ എ ബി, ഡി, ഇ, എഫ്, ജി, എച്ച്, എ എച്ച് ബി എന്ന് പറയുന്ന ഈ ആംഗിള് 60 ഡിഗ്രി ആയിരിക്കില്ല. എന്താണ് 60? ഇതൊക്കെ 60 ഡിഗ്രി ആകാൻ കാരണം എന്തായിരുന്നു? ഒരു കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് അതേ ചാപത്തിൽ ഉണ്ടാക്കുന്ന, അതേ ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. പക്ഷെ ഇവിടെ ഈ എച്ച് ബി എന്ന ആംഗിൾ എന്താണ്? സെയിം ആർക്കിലല്ല ഉള്ളത്, ഡിഫറെന്റ് ഓപ്പോസിറ്റ് ആർക്കിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് ഈക്വൽ ആയിരിക്കില്ല. അപ്പൊ ആദ്യത്തെ കൺസെപ്റ്റ് എന്താണ്? ഒരു സർക്കിളിന്റെ കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് ആ സർക്കിളിന്റെ ഒരേ ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ മാത്രമാണോ വരക്കാൻ പറ്റുള്ളൂ? ഇങ്ങനെയും വരക്കാം. ഇങ്ങനെയും വരക്കാം. പക്ഷെ ഇത് 60 ആയതുകൊണ്ട് ഇവിടെയുള്ള ആംഗിളും 60 ആവണം എന്നില്ല. ഈ മുകൾ ഭാഗത്തുള്ള ഒരേ സൈഡിൽ വരക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഈ കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് ഒരേ സൈഡിൽ, അതായത് ഇവിടെയുള്ള ഈ ഭാഗത്തേക്ക് വരക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതേപോലെ താഴെ ഭാഗത്ത് വരക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതൊരു 120 ഡിഗ്രി ഉണ്ടെന്ന് വിചാരിച്ചോ.
ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ആംഗിളും ഇവിടെയുള്ള ആംഗിളും ഇനി വേറൊന്ന് വരക്കാൻ കഴിയുകയാണെങ്കിൽ അതൊക്കെ 120 ഡിഗ്രി ആയിരിക്കും. മുകളിലുള്ള എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതേപോലെ താഴത്തേക്ക് വരക്കുകയാണെങ്കിൽ താഴെ ഭാഗത്തുള്ള എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്ത് പറയാൻ സാധിക്കും? ഒരു സർക്കിളിന്റെ കോഡിൽ നിന്ന് വൃത്തത്തിന്റെ ഒരേ ഭാഗത്ത് വരക്കുന്ന ആംഗിൾസുകൾ എല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, നാം കഴിഞ്ഞ സെക്ഷനിൽ എന്തായിരുന്നു പഠിച്ചിട്ടുള്ളത്? ഒരു സർക്കിള്, ആ സർക്കിളിന്റെ ഡയമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഡയമീറ്ററിന്റെ 2 എൻഡ് പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന സർക്കിളിൽ ഉണ്ടാക്കുന്ന കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഈ 2 എൻഡ് പോയിന്റിൽ നിന്ന് വരക്കുന്ന ആംഗിള് സർക്കിളിനുള്ളിലാണെങ്കിൽ അതെപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അതേപോലെ സർക്കിളിന് പുറത്താണെങ്കിൽ അതെപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഇതാണ് നാം കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇതൊരു കോഡ് അല്ലെങ്കിൽ ഇതൊരു ഡയമീറ്റർ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഡയമീറ്റർ അല്ലെങ്കിൽ മീൻസ് ഒരു കോഡ് ആണെങ്കിൽ ഇതിന്റെ 2 എൻഡ് പോയിന്റിൽ നിന്ന് വരക്കുന്ന ലൈൻസ് ഒരാംഗിള് സർക്കിളിൽ ഉണ്ടാക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ആംഗിൾ എത്ര ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും? ഇത് 90 ഡിഗ്രി ആയിരിക്കുമോ? അല്ല, 90 ഡിഗ്രി ആണ്ടിക്കേണ്ട കണ്ടീഷൻ എന്തായിരുന്നു? അത് ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് വരക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ആംഗിൾ പറയാൻ സാധിക്കില്ല. എങ്കിലും സപ്പോസ് ദിസ് ഇസ് ദ സെന്റർ, ഇത് സെന്റർ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇത് സെന്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ആംഗിളിനെ പറ്റി പറയാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ആംഗിൾ വരക്കാണ്. ഈ ആംഗിളിന്, ഈ 2 കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന് പറയുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ ഓർ കേന്ദ്രകോൺ. ഓക്കെ, കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ എന്ന് പറയും. ഓക്കെ, അപ്പോ ഈ ആംഗിളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ സാധിക്കും. അതായത് ഈ ആംഗിള് ഒരു 100 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എപ്പോഴും 50 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു കോഡിന്റെ 2 എൻഡ് പോയിന്റിൽ നിന്നും സെന്ററിലേക്ക് വരച്ചിട്ടുള്ള ആംഗിൾസിന്റെ പകുതിയായിരിക്കും അത് വൃത്തത്തിലായിട്ട് ഉണ്ടാക്കുന്ന കോൺ. മനസ്സിലാകുന്നുണ്ടോ? ഈ ആംഗിൾ സെൻട്രലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് ഒരു കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് സെൻട്രലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും ആ കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് വൃത്തത്തിൽ വരക്കുന്ന ആംഗിൾസ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ കൂടെ തരാം. ഇതൊരു സർക്കിള്, എ ബി എന്ന് പറയുന്ന കോഡ് ഈ എ ബി എന്ന് പറയുന്ന കോഡ് വൃത്തത്തിൽ കൂട്ടിമുട്ടുന്ന ആംഗിള് ഇവിടെ തന്നിട്ടുണ്ട് 55 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള സെൻട്രൽ ആംഗിൾ ആംഗിൾ AOB എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെയുള്ള സെൻട്രൽ ആംഗിൾ. ദാറ്റ് മീൻസ് 2 into 55 that is equal to 110. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇവിടെ 110 തന്നിട്ട് ഇവിടെയുള്ള ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന്റെ പകുതി കണ്ടാൽ മതിയാവും, 55. മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു കോഡ്, അതിന്റെ കോഡിന്റെ 2 എൻഡ് പോയിന്റിൽ നിന്നും സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിളും ഉണ്ട്, അതേപോലെ അത് വൃത്തവുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിളും ഉണ്ട്. ഈ വൃത്തമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സർക്കിള്, അതിന്റെ കോഡ് വരക്കുന്നു, ഒരു AB എന്ന് പറയുന്ന കോഡ് വരക്കാണേ. ഓക്കെ, ഈ കോഡ് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആ
കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് തന്നെ അതേ ചാപത്തിൽ, ദാറ്റ് മീൻസ് ഈ ഭാഗത്ത് മാത്രമേ വരക്കാൻ പറ്റുള്ളൂ, ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ മാത്രമേ വരക്കാൻ പറ്റുള്ളൂ. അതേ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ ഇരട്ടിയായിരിക്കും. അതായത് ഇവിടെ ഒരു 110 ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എത്രയായിരിക്കും? എപ്പോഴും അതിന്റെ പകുതിയായിരിക്കും. ഒരു കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 110 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ആർക്കില്, അതേ ചാപത്തിൽ ഉണ്ടാക്കുന്ന വേറൊരു ആംഗിളും തന്നിട്ടുണ്ട്. അത് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ തന്നിട്ടുള്ള ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കണം? ഈ കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അത് കൂടാതെ ഈ ആംഗിൾ ഉണ്ടാക്കുന്നത് എവിടെ തന്നെയായിരിക്കണം? അതേ ആർക്കിലായിരിക്കണം. അതേ ആർക്ക് മീൻസ് ഇത്രയുള്ള സെക്ഷൻ, ഈ കോഡിന്റെ മുകൾ ഭാഗത്തുള്ള സെക്ഷനിൽ തന്നെ ആയിരിക്കണം. അതായത് വേറൊരു കേസ് തരികയാണെങ്കിൽ ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെയുള്ള സെൻട്രൽ ആംഗിൾ 110 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് കോഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആയിക്കൂടെ എന്ന് ചോദ്യം വരാം. പറ്റില്ല. നമ്മൾ അതേ ആംഗിളിൽ തന്നെ, അതേ ചാപത്ത് തന്നെ ഉണ്ടാക്കണം. ഇവിടെയുള്ള ചാപത്ത് തന്നെ, ഇവിടെയുള്ള ചാപം എന്ന് പറയുന്നത് ഈ A to B എന്ന് പറയുന്ന സെക്ഷൻ ഇത്രയാണല്ലോ. ഒരു സർക്കിളിനെ ഒരു ചാപം വരച്ചു കഴിഞ്ഞാൽ 2 ഭാഗമായിട്ട് കട്ട് ചെയ്യും, AB. അപ്പോൾ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ ഒരു സെക്ഷൻ, ഈ ഭാഗം വേറൊരു ചെറിയ സെക്ഷൻ. ഓക്കെ. അപ്പൊ ഇവിടെയുള്ള സെന്ററുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു 120 തന്നെന്ന് വിചാരിച്ചു. അപ്പോ ഇതിന്റെ ഹാഫ് ആയിട്ടുള്ള ആംഗിൾ എവിടെയാ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതേ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ തന്നെയായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? 60. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിള് 60 ആയിരിക്കില്ല. ഓക്കെ. അതായത് ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, സെന്റർ ആംഗിളും അതിന്റെ ചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളും ഇങ്ങനെ തന്നെ വരണം, ഈ ഷേപ്പ് തന്നെ വരണം. ഇങ്ങനെയാണെങ്കിൽ വരുന്ന സെൻട്രൽ ആംഗിൾ ഇങ്ങനെയാണെങ്കിൽ വരുന്ന അതിന്റെ ചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതേ ഷേപ്പിൽ വരണം. ഓക്കെ. വി ഷേപ്പിൽ ഇതേ ഷേപ്പിൽ വരണം, അല്ലെങ്കിൽ എങ്ങനെ വരണം? ഇങ്ങനെ വരണം. സെൻട്രൽ ആംഗിളും അത് ചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളും ഈ രൂപത്തിൽ വരണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണെന്ന് പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെയുള്ള കൺഫ്യൂഷൻ മാറിയല്ലോ. ഈ ആംഗിൾ, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിള് ഈ 120യുടെ പകുതി ആയിരിക്കില്ല എന്നതാണ് മീനിങ്. ഓക്കെ. അപ്പൊ നമ്മൾ 2 കാര്യം പഠിച്ചു. ഒരു സർക്കിള്, ആ സർക്കിളിന്റെ കോഡിൽ നിന്ന് ഒരേ ചാപത്തിൽ വരക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കുമെന്ന് പഠിച്ചു. അതേപോലെ ഈ കോഡിന് സെൻട്രോ ആയിട്ടുണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും. അതായത് ഇതൊരു 120 ആണെങ്കിൽ പകുതി ആയിരിക്കും അതേ ആർക്കിൽ ഉണ്ടാക്കുന്ന, അതേ സൈഡിലുള്ള ആർക്കിൽ ഉണ്ടാക്കുന്ന കോൺ. അതായത് സെൻട്രോ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 120 ആണെങ്കിൽ അതേ ആർക്കിൽ ഉണ്ടാക്കിയ ഈ ADB എന്നുള്ള ആംഗിൾ എപ്പോഴും ഇവിടെയുള്ള സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഈ കാര്യം പഠിച്ചല്ലോ. ഇനി വേറൊരു കാര്യം കൂടെ പഠിക്കാനുള്ള, 3ാമത്തെ സെക്ഷനിൽ പഠിക്കാനുള്ള, അത് മറുചാപത്തിൽ അഥവാ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളുമായിട്ടുള്ള ബന്ധമാണ്. ഇവിടെയുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ആംഗിൾസും ABC, ഓക്കെ, ഈ ADB ആംഗിൾ ADB, അതായത് ADB ഈ ആംഗിളും ഈ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന, അതായത് ഓപ്പോസിറ്റ് ആംഗിൾസിൽ ഉണ്ടാക്കുന്ന, ഓപ്പോസിറ്റ് ആംഗിൾ അല്ല ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസും എപ്പോഴും സപ്ലിമെന്ററി ആയിരിക്കും. സപ്ലിമെന്ററി മീൻസ് 180 ഡിഗ്രി ആയിരിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ആംഗിളും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ഈ 3 കാര്യം മാത്രമേ ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇവിടെയുള്ള ആംഗിൾ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കണം? ഇത് 2 കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടണം. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ആംഗിൾ ACB ഈക്വൽ ആണ് 180 മൈനസ്
60. That is equal to 120 degree. മനസ്സിലായോ? അപ്പൊ ഈ 3 കാര്യം മാത്രം പഠിച്ചാൽ മതി. എന്തൊക്കെയാണ്? ഒരു കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് അതേ ആർക്കിലേക്ക് വരക്കുന്ന ആംഗിൾസുകളെല്ലാം ഈക്വൽ ആയിരിക്കും. ഒന്നാമത്തെ കൺസെപ്റ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റ്, ഒരു കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് അത് സർക്കിളുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും അതേ ചാപത്തിലെ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ഇതിന്റെ പകുതിയായിരിക്കും ഇത് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. മൂന്നാമത് പഠിച്ച എന്താണ്? ഓപ്പോസിറ്റ് ആർക്കുകളിൽ ഉണ്ടാക്കുന്ന ആംഗിൾസിന്റെ സമ്മ് എപ്പോഴും സപ്ലിമെന്ററി ആയിരിക്കും, അഥവാ 180 ഡിഗ്രി ആയിരിക്കും. ഈ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ ആംഗിൾ AOB അഥവാ സെൻട്രൽ ആംഗിൾ 140 ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ AOB ഈക്വൽ ടു 140 ഡിഗ്രി. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ACB ആൻഡ് ആംഗിൾ ADB ആണ്. ഓക്കെ, ആദ്യം ACB കണ്ടുപിടിക്കാം. ആംഗിൾ ACB, ദാറ്റ് മീൻസ് ACB ഈ ആംഗിൾ. ഏത് ആംഗിൾ ആയിരിക്കും ഇവിടെ പകുതി? ആംഗിൾ ACB ആണോ ആംഗിൾ ADB ആണോ? ഞാൻ പറഞ്ഞു സെൻട്രൽ ആംഗിൾ ആയിട്ട് ഉണ്ടാക്കുന്ന അതേ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളുകൾ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാവുക, ഒരേ ഷേപ്പിലായിരിക്കും. ഒന്ന് മുകളിലാണെങ്കിൽ മറ്റേതും അതേപോലെ, അല്ലെങ്കിൽ ഒന്ന് താഴത്തോട്ടാണെങ്കിൽ മറ്റേതും അതേപോലെ. ഓക്കെ, അപ്പൊ ഇവിടെ അതേ ഷേപ്പിൽ ഈ കോഡ് AB എന്ന് പറയുന്ന കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് സെൻട്രലായിട്ട് ഉണ്ടായിട്ടുള്ള ആംഗിൾ ആണ് 140. അപ്പോൾ അതിൽ നിന്ന് തന്നെ അതേ ആർക്കില് ഉണ്ടാക്കിയ കോഡാണ് ഈ ആംഗിൾ ACB. അപ്പൊ നമുക്കറിയാം അതെന്താണ്? ഹാഫ് ഓഫ് 140 ആണ്, ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്രയാണ്? 140യുടെ പകുതി 70 ഡിഗ്രി ആണല്ലോ. ഓക്കെ, ഇത് 70 ഡിഗ്രി ആണെന്ന് കിട്ടി. പിന്നെ നമ്മൾ പഠിച്ച എന്താണ്? ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസുകൾ സപ്ലിമെന്ററി ആയിരിക്കും. അതായത് ആംഗിൾ ACB പ്ലസ് ആംഗിൾ ADB എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ACB നമുക്കറിയാം 70 പ്ലസ് ആംഗിൾ ADB ഈക്വൽ ടു 180 ഡിഗ്രി. സോ ആംഗിൾ ADB ഈക്വൽ ടു 180 മൈനസ് 70 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 110. അപ്പൊ ഈ ADB എന്ന് പറയുന്നത് 110 ആണെന്നും കിട്ടി. മനസ്സിലായല്ലോ? ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. വി ഹാവ് ടു ഫൈൻഡ് ACB ആൻഡ് ADB. ആംഗിൾ ACBയും ADBയും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നില്ലേ? ഈ ആംഗിൾ AOB എന്ന് പറയുന്ന 110ന്റെ പകുതിയാണ് ഇതെന്ന് കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞു സെൻട്രലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇങ്ങനെയാണെങ്കിൽ അത് ചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളും അതേ ഷേപ്പിലാണ് വരിക. ഓക്കെ, അല്ലാതെ സെൻട്രലായിട്ടുള്ള ആംഗിൾ ഇങ്ങനെയാണെങ്കിൽ അത് ചാപത്തിൽ ഉണ്ടാക്കുന്ന ഓപ്പോസിറ്റ് ചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളാണിത്. ഓക്കെ, ഇങ്ങനെയല്ല വരിക, ഇതേ ഷേപ്പിലാണ് വരിക. അപ്പോൾ ഇത് 110 ആണെങ്കിൽ ഇതിന്റെ പകുതി വരുന്ന ആംഗിൾ ഇതായിരിക്കും. അതായത് ആംഗിൾ ACB ഈക്വൽ ടു 55, 110ന്റെ പകുതി. മനസ്സിലായോ? ഇനി ആംഗിൾ ADB. ആംഗിൾ ADB എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ ACBയും ADBയും കൂട്ടിയാൽ നമുക്കറിയാം ആംഗിൾ ADB പ്ലസ് ആംഗിൾ ACB എത്രയാണ്? 180 ആണ്. അപ്പോൾ രണ്ടും സപ്ലിമെന്ററി ആംഗിൾസ് ആണ്, 180 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ആംഗിൾ ADB എത്രയായിരിക്കും? 180 മൈനസ് ACB അല്ലേ? ആംഗിൾ ACB ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ACB എത്രയാണ്? 55 ആണ്. ഓക്കെ, സോ 125. ആംഗിൾ ACB എത്രയായി? 125. അപ്പൊ നമുക്ക് ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ളത് ആംഗിൾ BAC എന്ന് പറയുന്നത്, അതായത് CAB എന്ന് പറയുന്നത് 130 ഡിഗ്രി ആണ്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഈ സെൻട്രൽ ആംഗിളും അതേപോലെ
അത് കോഡിൽ ഉണ്ടാക്കുന്ന ആംഗിളുമാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? നമുക്കറിയാം ഈ രണ്ട് ആംഗിൾസിന്റെയും സമ്മ്, ഈ CAB എന്ന് പറയുന്നതും BDC എന്ന് പറയുന്ന ആംഗിൾസിന്റെ സമ്മ് എത്രയാണ്? 180 ഡിഗ്രി ആണല്ലോ. CAB പ്ലസ് BDC ഈക്വൽ ടു 180. എന്തുകൊണ്ടാണ്? ഒരു കോഡിന്റെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസിൽ ഉണ്ടാക്കുന്ന, ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ CAB 130 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ BDC ഈക്വൽ ആണ് 180. ദാറ്റ് മീൻസ് ആംഗിൾ BDC എത്രയാണ്? 180 മൈനസ് 130 ഡിഗ്രി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി ആണെന്ന് കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ BDC എന്ന് പറയുന്ന ആംഗിൾ 50 ഡിഗ്രി ആണെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാലോ. നമുക്കറിയാം ഇവിടെയുള്ള ആംഗിളിന്റെ പകുതിയായിരിക്കും ഈ കോഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. കോഡിലല്ല, ഈ ചാപത്തിൽ ഉണ്ടാക്കുന്ന, ഈ ആർക്കിൽ ഉണ്ടാക്കുന്ന അതേ ആംഗിൾ. അപ്പൊ ഇവിടെയുള്ള ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ആംഗിളിന്റെ ഡബിൾ കണ്ടുപിടിച്ചാൽ മതിയാവുമല്ലോ. സോ നമുക്ക് എഴുതാം ആംഗിൾ BOC ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ BDC ആണല്ലോ. ഇവിടെയുള്ള ആംഗിളിന്റെ ഡബിൾ ആയിരിക്കുമല്ലോ ഇവിടെയുള്ള ആംഗിള്. അതാണല്ലോ എഴുതിയത്. ആംഗിൾ BOC എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് ആംഗിൾ BDC ആണ്. ഓക്കെ, that is equal to 2 into 50 degree, that is equal to 100 degree. ഈ BOC എന്നുള്ള ആംഗിൾ നമുക്ക് 100 ഡിഗ്രി ആണെന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ ഇതേ ടൈപ്പുള്ള പ്രോബ്ലംസ് ആണ് വരിക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോഡിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് അതേ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആയിരിക്കും പകുതിയും ഇരട്ടിയായിട്ട് വരുന്നത്. അതേപോലെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിളുകൾ തമ്മിൽ സപ്ലിമെന്ററി ആയിരിക്കും എന്ന കാര്യം ഓർമ്മിക്കുക. അതേപോലെ ഒരേ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരേ ഷേപ്പിലാണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റിലൂടെ ചോദിക്കാം. ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ പ്രൂഫ് അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ ബൈ.